തിരിച്ചു വരുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ് നമ്മൾ വരുന്നത്. യെസ്, അപ്പോ ഏറ്റവും പ്രധാനം മുന്നണികൾ പ്രചാരണമൊക്കെ സജീവമാക്കിയിട്ടുണ്ട്. ഈ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ ത്വരിതഗതിയിൽ നടക്കുന്നു. മാത്രമല്ല ഏറ്റവും പ്രധാനമായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അത് നാളെ അവസാനിക്കുകയാണ്. നാളെ 3 മണി വരെ മാത്രമാണ് പത്രിക സമർപ്പിക്കാൻ കഴിയുക. തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിത്വത്തിലെ അനിശ്ചിതത്വം നീങ്ങിയതോടെ കോർപ്പറേഷൻ മുട്ടട വാർഡ് UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് പ്രചാരണം ശക്തമാക്കി. ഇന്ന് രാവിലെ മരപ്പാലത്ത് നിന്ന് അടുത്ത ഘട്ട പ്രചാരണ പരിപാടികൾ ആരംഭിക്കും. കോഴിക്കോട് VM വിനുവിന് വോട്ടില്ലെന്ന് ഉറപ്പായതോടെ പകരം സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഇന്ന് പ്രഖ്യാപിച്ചേക്കും. 1ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കാനിരിക്കെ ഇടുക്കിയിൽ UDF സ്ഥാനാർത്ഥി നിർണയം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. യെസ്, അപ്പോൾ വിവരങ്ങൾ നൽകാനായി കോഴിക്കോട് നിന്ന് ഷബീർ ഒമറും തിരുവനന്തപുരത്ത് നിന്ന് സനിസ ശോഭാചന്ദ്രനും കൊച്ചിയിൽ നിന്ന് ആര്യ വിനോദുമാണ് ചേരുന്നത്. യെസ്, ആദ്യം നമുക്ക് ഷബീർ ഒമറിലേക്ക് പോകാം. കാരണം കോഴിക്കോട്ട് നിന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ അറിയേണ്ടത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ മാനക്കേടും നാണക്കേടുമാണ് അവരുടെ മേയർ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഉണ്ടായത്. ഷബീർ, ബിനുവിന് പകരക്കാരനെ കണ്ടുവച്ചിട്ടുണ്ടോ? ആർക്കൊക്കെയാണ് സാധ്യതയുള്ളത്? അതും ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് ഒക്കെ ആയിരിക്കുമെന്ന് കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്. അങ്ങനെ വോട്ടുള്ള ഒരു സർപ്രൈസ് കാൻഡിഡേറ്റിനെ കിട്ടിയിട്ടുണ്ടോ കോൺഗ്രസ്സുകാർക്ക് ഇതുവരെ? ഇന്ന് എപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകും? സൈഫുദ്ദീൻ, ഗുഡ് മോർണിംഗ്. സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന് വലിയ തരത്തിലുള്ള നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. അവർ വലിയ കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ച കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥി സംവിധായകൻ VM വിനുവിന്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതായിപ്പോയി. അദ്ദേഹത്തിന് വോട്ടില്ലാത്തതിനാൽ ഇത് കോൺഗ്രസിന്റെ അശ്രദ്ധ മൂലമാണിത് സംഭവിച്ചതെന്ന വിമർശനം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. ഒപ്പം തന്നെ KPCC അടക്കം DCC നേതൃത്വത്തോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് DCC ഈ വിഷയത്തിൽ ഒരു അച്ചടക്ക നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. മലാപ്പറമ്പ് ഡിവിഷനിലെ കൗൺസിലർ, അതായത് VM വിനുവിന്റെ വീട് ഉൾപ്പെടുന്ന പ്രദേശത്തെ കൗൺസിലറായിട്ടുള്ള KP രാജേഷ് കുമാറിനോട് കൗൺസിലർ സ്ഥാനം രാജിവെക്കാൻ DCC അധ്യക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ശാസിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് വലിയ നാണക്കേട് കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പകരം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ആ നിലയ്ക്ക് പ്രാധാന്യമുള്ളൊരു സ്ഥാനാർത്ഥിയെ വേണമെന്ന ആഗ്രഹം അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധി കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ആ നിലയ്ക്കുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. രാത്രി വൈകിയും ഇതുമായി ബന്ധപ്പെട്ട പലരെയും കോൺഗ്രസ് നേതൃത്വം ബന്ധപ്പെട്ടിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നോവലിസ്റ്റ് UK കുമാറിനെ അടക്കം സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം കോൺഗ്രസ് നേതൃത്വത്തിൽ ആലോചനയുണ്ട്. പക്ഷേ അതിനൊരു അന്തിമ തീരുമാനമായിട്ടില്ല. ഇന്നിപ്പോൾ വടകരയിൽ കോൺഗ്രസ് ഒരു അടിയന്തര കോർ കമ്മിറ്റി യോഗം ഇതുമായി ബന്ധപ്പെട്ട് ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്നാണ് DCC വൃത്തങ്ങൾ പറയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കല്ലായി ഡിവിഷനിലെ VM വിനു സ്ഥാനാർത്ഥിയായിരുന്ന കല്ലായി ഡിവിഷനിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസിനകത്ത് നടക്കുന്നത്. അപ്പോൾ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത കോൺഗ്രസിനകത്ത് വന്നിട്ടില്ല. ഒരു ഫൈനൽ ചിത്രത്തിലേക്ക് പോയിട്ടില്ല. അതിൽ ഇപ്പോൾ നിലവിലെ കല്ലായി ഡിവിഷനിലെ കൗൺസിലറായിട്ടുള്ള MC സുധാമണിയെ അടക്കം പരിഗണിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. കാരണം അവർ കഴിഞ്ഞ 3 തവണ 2010, 2015, 2020 ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിലും കല്ലായി ഡിവിഷനിൽ നിന്ന് ജയിച്ച വന്ന ആളാണ്. ഒപ്പം തന്നെ LDFിൽ നിന്ന് ഈ ഡിവിഷൻ അല്ലെങ്കിൽ ഈ വാർഡ് പിടിച്ചെടുത്താണ് MC സുധാമണി അവിടെ നിന്ന് ജയിക്കുന്നത്. അപ്പോൾ 3 തവണ ജയിച്ച MC സുധാമണിയെ തന്നെ മത്സരിപ്പിക്കാം എന്നൊരു ആലോചന കോൺഗ്രസിനകത്തുണ്ട്. പക്ഷേ അവർ വ്യക്തിപരമായ കാരണങ്ങളാൽ ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തോട് അറിയിച്ചിരുന്നു. പക്ഷേ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു പ്രതിസന്ധി കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടിരുന്നു. അവരെ തന്നെ മത്സരിപ്പിക്കാനുള്ള ആലോചനയുണ്ട്. എന്നാലും ഒരു അന്തിമ തീരുമാനം ഇന്ന് ഉച്ചയ്ക്ക് മുമ്പുണ്ടാകും. വടകരയിൽ ചേരുന്ന യോഗത്തിലുണ്ടാകും. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പ്രഖ്യാപനം ഉണ്ടാകും. കാരണം നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണ തീയതി അവസാനിക്കുന്നത്. വൈകിട്ട് 3 മണിക്ക്, നാളെ വൈകിട്ട് 3 മണിക്ക് അവസാനിക്കും. അപ്പോൾ ഇന്ന് തന്നെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പ്രഖ്യാപിച്ച് നാമനിർദ്ദേശ പത്രിക അടക്കം സമർപ്പിച്ച് വേഗത്തിൽ പ്രചാരണം തുടങ്ങാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. ആ നിലയ്ക്കുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്.